ഞാൻ ഈ ഹൈക്കോർട്ട് ബോട്ട് കെട്ടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിവിടെ ഈ ബോട്ട് കെട്ടിയിൽ നിന്ന് മുളവുകാടേക്ക് സർവീസുണ്ട്. അപ്പോൾ ആ ഒരു മുളവുകാട് വരെയുള്ളൊരു യാത്രയാണ് ഞാൻ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചില വീഡിയോകളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ കാണുന്നുണ്ടോ, ഇതാണ് ഇവിടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോ ടെർമിനലാണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണിത്. ഇത് പഴയ ഒരു ബോട്ട് കെട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ട് കെട്ടിയുടെ ആയിട്ടുള്ള മറ്റ് ജലഗതാഗത വകുപ്പിൻ്റെ മറ്റ് ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ 10:30 ആകുമ്പോഴേക്കും മുളവുകാട് നിന്ന് ഒരു ബോട്ട് വരും. അപ്പോൾ അത് പ്രതീക്ഷിക്കുകയാണ്. കൊച്ചിയിലെ ഒരു ഐക്കോണിക്കായിട്ടുള്ളൊരു ബിൽഡിങ്ങായി കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ പോലും ഇവിടുന്ന് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ പോലും പല ആൾക്കാർക്കും ഡൗട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു ബോട്ട് കെട്ടി എവിടെയാണ്, ഹൈക്കോർട്ട് ജംഗ്ഷനിലെ ബോട്ട് കെട്ടി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർക്കൊരു ഡൗട്ട് ഇടിക്കുക പല ആൾക്കാർക്കും. അപ്പോൾ അത് വാട്ടർ മെട്രോ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർ നമ്മളെ അങ്ങ് പറഞ്ഞങ്ങ് എറണാകുളത്തൊരു മെയിൻ ബോട്ട് കെട്ടി ഉണ്ടല്ലോ, അത് ഈ ഒരു ഡയറക്ഷൻ കുറേ അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ ആണെന്ന് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇവിടുത്തെ ബോട്ട് കെട്ടി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഉണ്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഓഫീസ് ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ഈ ഒരു ബിൽഡിങ് നമ്മുടെ ഓർമ്മ ചെയ്താൽ മതി. ഇതിനോട് ചേർന്നുള്ള, അതിന് ചേർന്ന് അവിടെ ചെറിയൊരു ഇതുണ്ട്. അതായത് അവിടെ ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ സർവീസ് ചെയ്യുന്ന ചെറിയൊരു ബിൽഡിങ് അവിടെ ഉണ്ട്. അതല്ല, അതിന് തൊട്ടിപ്പുറത്താണ്. അതിനും ഇതിനോട് ചേർന്നുള്ളത്, അതായത് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലേ വാട്ടർ മെട്രോ. ഈ വഞ്ചിക്കാർ കുറച്ചും കൂടെ അങ്ങേ കരയുടെ ഭാഗത്ത് നിന്ന സമയത്ത് ഞാൻ കരുതി വല കയാക്കിംഗ് ടീമായിരിക്കുന്നത് കേട്ടോ. കുറച്ചടുത്തോട്ട് വന്നപ്പോഴാണിത് കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത്. അതിനിടയ്ക്കൂടാണ് ഈ ബോട്ട് വരുന്നത്. നമ്മൾ പോകേണ്ട ബോട്ടാണിത്. പിന്നെ ഇവിടുന്ന് കയറിയത് 2 പേര് മാത്രമാണ്. ഞാനും പിന്നെ ഒരു പ്രായമായ ഒരു അമ്മയും മാത്രമാണ് ഇവിടുന്ന് കയറിയത്. പണ്ട് ഈ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ നിരവധി ആൾക്കാർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു സർവീസായിരുന്നു. അത് ഈ ഗോശ്രീ പാലം ഇതാണ്ട് ഈ കാണുന്നതാണ് ഗോശ്രീ പാലം വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ആൾ ഇവിടെ കുറവെന്നാണ് പറയപ്പെടുന്നത്. മുളവുകാട് അറിയാമല്ലോ. കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതുപോലെ ടൂറിസ്റ്റ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും. ഏത് ക്ഷേത്രമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, കാഴ്ച ചെറുതായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. അതായത് 2-3 ചൈനീസ് വലകൾ നമുക്ക് കാണാം, ചീന വലകൾ. ആണോ? ആ, സാറിൻ്റെ പേരെന്താ? സുധീർ. ഇവിടെ വേറെ ബോട്ട് കെട്ടിയിലേക്ക് വന്ന് അടുത്തിരിക്കും. ഇവിടെ 2-3 പേര് ഇവിടുന്ന് കയറാറുണ്ട്. ബോട്ട് കെട്ടിയ പേരെനിക്കറിയത്തില്ല. ആ ബോട്ട് കെട്ടി കഴിച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വലിയൊരു ബിൽഡിങ്ങാണ് ഗോശ്രീ പാലം. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഈ കായലിനോട് ചേർന്ന് തന്നെ ചെറിയ വീടുകളല്ല, ആ വീടുകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കേരളത്തിലവിടെ ചെന്നാലും കാണാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണല്ലോ. ഇതുപോലെ തെങ്ങുകളും കാര്യങ്ങളൊക്കെ. ഇതുപോലെ നദിക്കരയിലേക്ക്, അതേപോലെ കായൽക്കരകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന തെങ്ങുകൾ കാണാൻ വളരെ വലിയൊരു ഭംഗിയാണ്. ദൂരെ നിന്ന് കരയ്ക്കുന്ന ചീനവല ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ആ ചീനവല ഉയർത്തുന്നതും താഴ്ത്തുന്നതും ആ ഭാഗമല്ലേ, ആ ഭാഗത്ത് ചെന്ന് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ. അതിനോട് ചേർന്നൊരു മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ചെറിയ വള്ളങ്ങൾ ആ ഭാഗത്ത് കാണാൻ പറ്റും. കൊക്കൊന്ന് പറഞ്ഞിരുന്നുണ്ടോ. പിന്നെ ഇവിടെ കുറേ മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ അല്ലെ ബോട്ടുകൾ അവിടെ കാണാൻ പറ്റും. മത്സ്യബന്ധന ബോട്ടാണോ അറിയത്തില്ല, ടൂറിസ്റ്റ് ബോട്ട് പോലൊക്കെ നമുക്ക് തോന്നിയത്. 2 പേര് ഈ ചെറിയ വള്ളത്തിൽ വന്നിട്ട് വലയിടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ആ ചെറിയൊരു വള്ളം താ കിടക്കുന്നത്. സ്ഥലപ്പേരേതാണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം സത്യത്തിൽ ഇത് കൊച്ചി എറണാകുളത്തിൻ്റെയൊക്കെ ഒരു ആ സിറ്റിക്ക് അകത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ബോൾഗാട്ടി, റോട്ടറി വില്ലേജ് കോർപ്സ് ബോൾഗാട്ടി. പൊന്നാരിമംഗലം അങ്ങനെ എന്തോ ആണ് സ്ഥലപ്പേര്. ചെറിയ വീടിനോട് ചേർന്ന് ചെറിയൊരു കട, ഒരു വള്ളക്കട പോലെ ഇങ്ങനെ പണിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഒരു വീടിനോട് ചേർന്നൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഇവിടെ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ചെറിയ വള്ളങ്ങൾ. ഇത് മീൻപിടുത്തത്തിന് വേണ്ടി പിന്നെ അങ്ങോട്ട് 2 സൈഡിലേക്കൊക്കെ കടന്ന് പോകാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ബോട്ടാണ് തോന്നുന്നത്. ഇത് പെയിൻറ്റിങ് എന്തോ അറ്റകുറ്റപ്പണിയുടെയൊക്കെ ഒരു ഇതാണ്. ഇത് ഈ ബോട്ടെല്ലാം അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു ഇടമാണ് തോന്നുന്നു. സത്യം പറഞ്ഞാലേ ഇവിടുത്തെ ഈ ഒരു വെള്ളമൊന്നും വലിയ മെനയൊന്നുമില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു കളർ ഒരുമാതിരി ഒരു അഴുക്ക് പിടിച്ച കളർ പോലെ തോന്നുന്നു. ഇവിടെ ചെറിയൊരു കടവിലേക്ക് എത്തിരിക്കുക. ഇവിടെ ഒരാൾ കയറാനുള്ളതാണ് തോന്നുന്നു. അടിപൊളി ഒരു ചർച്ച കാണാം കേട്ടോ. ഇത് കായലിനോട് ചേർന്ന് കാണുന്നൊരു ഒരുപാട് വർഷം പഴക്കമുള്ള ചർച്ച പോലെ തോന്നുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട്. പള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. ബോർഡ് അവിടെ ഉണ്ടാകും, പക്ഷെ ആ ബോർഡ് വായിക്കാൻ പറ്റും. നമ്മൾ ആ പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ, ഈ ചെറിയ കുറച്ച് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കണ്ടലുകൾ ഇങ്ങനെ വളർന്ന് നിൽക്കണം കേട്ടോ. ഒരു ഭംഗിയുണ്ട്. അവിടെ 1-2 തെങ്ങ് അതിനിടയ്ക്ക് നിൽക്കുന്നതാണ്. അവിടെ ഒരു ബോട്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കയറ്റിയിട്ട് അതങ്ങനെ ആയിപ്പോയി. അത് റെഡിയാക്കി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകൾക്ക് എന്തോ വ്യത്യാസം പോലെയാണ്. പഴയതും ഇടിഞ്ഞു പൊളിഞ്ഞതുമായ ഒരുപാട് വീടുകൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ തോടുകൾ, കൈത്തോടുകൾ ഇതിനകത്തൂടൊക്കെ അങ്ങനെ ഇങ്ങനെ കുറേ തോടുകൾ ഞാനിപ്പോൾ കണ്ടു. അതൊരു ചെറിയൊരു വീട് കണ്ടോ, കാണാൻ ഒരു ഭംഗിയുണ്ട്. ആ 2 വള്ളം കെട്ടിട്ടേക്കും. ഇത് മുളവുകാടാണ് ഈ സ്ഥലം. അവിടുത്തെ ഒരു ബോട്ട് കെട്ടിയാണ് ഈ കണ്ടത്. ഒരു കടവാണ്. ലാസ്റ്റ് കടവ് തൊട്ടപ്പുറത്തും ഉണ്ടെന്ന് പറയുന്നത്. മുളവുകാട് നോർത്ത് വാട്ടർ മെട്രോ ടെർമിനൽ നമുക്ക് ഈ ഭാഗത്ത് കാണാം. അപ്പോൾ വാട്ടർ മെട്രോയും ഒക്കെ സർവീസ് നടത്തുന്ന ഒരു റൂട്ട് തന്നെയാണിത് ഈ ഭാഗത്തേക്ക്. മുളവുകാട് ബോട്ട് കെട്ടി വന്നിട്ട് നമ്മുടെ സർവീസ് ബോട്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മുടെ ഹൈക്കോർട്ട് ബോട്ട് കെട്ടിയിലേക്കാണ് തിരിച്ച് പോകുന്നത്. ഇനി ഈ ബോട്ടിനി ഇവിടെ വരുമ്പോൾ 2 മണിയാവും. നമുക്ക് അതുവരെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാം. ഇവിടുത്തെ ബാക്കിയുള്ള അടുത്ത പ്ലാൻ എന്തോന്ന് എനിക്ക് യാതൊന്നും ഐഡിയ ഇട്ടിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. അവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. എവിടെ റോഡ് പണി? റോഡ് പണി അവിടെ അന്നേരം ഈ മെട്രോയിലേക്ക് ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ലയോ? സർവീസ് ഉണ്ട്. ചിറ്റൂരുണ്ട്, ഏലൂരുണ്ട്, ചേരാലൂരുണ്ട്, ബോട്ട് ഓർഡറുണ്ട്. അപ്പോൾ ചിറ്റൂരൊക്കെ ഈ ഭാഗത്തേക്ക് പോകണല്ലേ? ആ കാണുന്ന കെട്ടിടം അല്ലേ? അത് ചിറ്റൂർ ആ ഭാഗം അല്ലേ? കുറങ്കോട്ടോ? പടുതല. ഓക്കെ. ഏലൂര്. അത് ആ റൂട്ട് അങ്ങോട്ടാണ് പോകണം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോയാലോ? അതേതാ? ആ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ ചെല്ലുന്നത്. എന്തോ മാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്ഥലമാണ്. ഞാൻ അങ്ങോട്ടാണ് കിടക്കുന്നല്ലേ? അത് അങ്ങനെ പിന്നെ ഇവിടം വരെ ഉണ്ട് ഈ കായൽ. വരാപ്പുഴ വരെ ഉണ്ട്. ആലുവയ്ക്കരം പോകും. ഇടയാർ ആലുവ. അത് കായലാണോ അങ്ങോട്ട്? അതെ കായൽ തന്നെയാണ് ആലുവ വരെ അല്ലേ? ചീർപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന അങ്ങേക്കരയ്ക്ക് അത് ഏത് ഭാഗമാണ്? അതൊക്കെ കുറങ്കോട്ട അല്ലേ? ഹൈക്കോർട്ടിൽ നിന്ന് ബോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ എടുക്കുമ്പോൾ ഇപ്പുറത്തെ അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു തീർത്തല്. എന്തുകൊണ്ടെന്ന്? അത് താന്തോന്നി എന്ന് പറയും. താന്തോന്നി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴത്തെ ഒരു ദ്വീപ്. ദ്വീപാണോ? ഇത് ദ്വീപാണ് ഈ കുറങ്കോട്ട എന്ന് പറയുന്നില്ലേ? ഓ അത് ശരി. അതിന് നേരത്തെ പറഞ്ഞത് അവിടെ ഒരു ഇതേപോലെ ദ്വീപുണ്ടോ? അത് ആ സ്ഥലപ്പേരത്ത് ഇപ്പം പറഞ്ഞത് താന്തോണി ഇല്ലയോ? താന്തോണിന്നാണോ താന്തോന്നിന്നാണോ? താന്തോണി.
ഓക്കെ. വഞ്ചുണ്ടെങ്കിൽ ഇക്കരക്കും അക്കരക്കൊക്കെ ഓ അത് ശരി. ഇതൊരു ദ്വീപാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആൾ താമസമൊക്കെ ഉള്ളതായിരുന്നോ? ആള് താമസമുണ്ട്. കാട് കയറി കിടക്കുന്ന കേട്ടോ, അല്ലെ ഈ കണ്ടലൊക്കെ കയറിയല്ലേ? കണ്ടിലൊക്കെ കയറി. പക്ഷെ ആള് താമസമുണ്ട്. ആൾ താമസം. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലെ കെട്ടില് മീൻ വളർത്തുന്നതും അതും ഇതും എല്ലാം കണവുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് മനോജ്. മനോജ്. 2 മണിക്കിന് ബോട്ട് തിരിച്ചു വരും. ആ ബോട്ടിന് തിരിച്ചു പോകണോ വേണ്ട, ഇവിടുന്ന് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ നോക്കി പോകണോ ഒക്കെ നമുക്ക് നോക്കാം. ആ കടവ് നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്ത് പറയുമ്പം എറണാകുളം എന്ന് പറയുമ്പോൾ എറണാകുളം കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒരു സിറ്റിയാണ്, സിറ്റി ലൈഫാണ്. അപ്പോൾ അന്നേരം അവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിറ്റിയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ ഇഷ്ടംമാതിരി സംഭവമുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറി ഈ എറണാകുളത്തിനകത്ത് തന്നെ ഇതേപോലെ ചെറിയ നഗരങ്ങളൊക്കെ ഇതേപോലെ ചെറിയ ഗ്രാമീണമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ശാന്തമായൊരു കാഴ്ചകളും ഇവിടുത്തെ വേഗത കുറഞ്ഞ ചില ജീവിതങ്ങളുണ്ടല്ലോ, നഗരജീവിതമല്ലല്ലോ. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അതാണ്ട് കണ്ടൽ വനങ്ങളൊക്കെ, കണ്ടൽ കാടുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കണ്ടലുകൾ വളർന്ന് നിൽക്കുകയാണ്. പക്ഷെ ദോഷം പറയരുതല്ലോ, ദോഷം പറയരുതെന്നുള്ളതെന്നല്ല, ഇവിടുത്തെ കണ്ടോ സകല വേസ്റ്റുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. ഒരു വള്ളം കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചലിച്ചിട്ട് കാലങ്ങളേറെയായി തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പുതഞ്ഞു പോകും തോന്നുന്നു. ഇത്രയും പുതച്ചിലുള്ള ഒരു ഭാഗമാണിത്. കണ്ടതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒരു ഇതെല്ലാം ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ റോഡിൻ്റെയൊക്കെ വീതി ഇത്രയേ ഉള്ളൂ കേട്ടോ. വലിയ വീതിയുള്ളൊരു റോഡൊന്നുമല്ല. ഇതാ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ക്ഷേത്രം കണ്ടോ, ഒരു വൈബുള്ള അടിപൊളി ക്ഷേത്രം കേട്ടോ. ചെറിയ ക്ഷേത്രമാണ് ഇത്. ഈ മുളവുകാട് കാർത്യായനി ദേവീക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ഒരു പേര്. സംഭവം രസമുണ്ട് കേട്ടോ, വൈബുള്ളൊരു ക്ഷേത്രമാണ്. അതായത് ആ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ അവിടെ ഒരു മാവുണ്ട് കേട്ടോ. മാവ് കുറേ മരങ്ങളും അതിൻ്റെ പച്ചപ്പും എല്ലാം കൂടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഭംഗി നൽകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല വൈബുള്ളൊരു ക്ഷേത്രം. വേണ്ടോ, പ്രാവശ്യ SSLC പരീക്ഷയ്ക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ ഒരു വിദ്യാർത്ഥിയുടെ ഒരു അഭിനന്ദിച്ചുകൊണ്ടുള്ളൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദർശ് AH. ഈ സ്ഥലം എന്ന് പറയുന്നത് മുളവുകാട് നോർത്ത് എന്ന് പറയുന്ന സ്ഥലമാണിത്. മുളവുകാട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇത് ചെറിയൊരു ജംഗ്ഷനാണ്. അത്യാവശ്യം പല കടകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കൊള്ളാം. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഒരു ചർച്ച് കാണാം, സെൻറ്റ് ജോസഫ് ചർച്ച് മുളവുകാട്. അതിന് മുകളിലാണ്ടോ യേശുവിൻ്റെ ഒരു ഉദ്ധാനത്തിൻ്റെ സംഭവമാണ് കേട്ടോ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രതീകമാണെന്ന് തോന്നുന്നു ആ ഒരു രൂപം. പള്ളിയുടെ ആ ഷേപ്പ്, ആ സ്ട്രക്ചർ നല്ല രസമുണ്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കുരിശടി കാണും. പൊന്നാരിമംഗലം. ഇത് എങ്ങോട്ടാണോ പോണേ, ഈ ഡയറക്ഷനൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മുളവുകാട് എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂള് കൊള്ളാം. സ്കൂളിനോട് ചേർന്ന് ചെറിയൊരു വീട് കണ്ടോ, ഭംഗിയുണ്ട്, നല്ലൊരു വൈബുള്ളൊരു വീട്. സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പം കണ്ട ബസ് ഇതാ ഇവിടെ കിടക്കുന്നത്, മുളവുകാട് എറണാകുളം. ഇവിടെ ഹോട്ടലുണ്ട് തോന്നുന്നു. കൾച്ചറൽ ഫൈൻ ആർട്സ് ED ഷിബു സ്മാരക വായനശാല. ഇതൊരു വായനശാലയാണ് കേട്ടോ. ഇതെപ്പോഴും ഇതിവിടെ സർവീസ് ഉണ്ടോ ഇങ്ങോട്ട്? ഞായറാഴ്ച കാണത്തില്ലല്ലേ? അതെന്താ കാര്യം? ആണോ? അല്ല, ഇതെങ്ങനെ പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ? എറണാകുളം മുളവുകാട്. ഈ പൊന്നാരിമംഗലം എന്ന ബാക്കിന് എഴുതി അതെ ഇവിടെ ആ സ്ഥലം, അങ്ങോട്ട് പോകുന്ന ഭാഗത്ത്. എന്താ ബ്രോയുടെ പേരെന്താ? വിഷ്ണു അല്ലേ? എന്താ ബ്രോയുടെ പേരെന്താ? സ്റ്റെഫാൻ. ഡ്രൈവർ ബ്രോ അല്ലേ? ഡ്രൈവർ വേറെ ആവും. അല്ല ശരിയാണ്. ഉള്ളുവഴി
ഉള്ളുവഴി ഇതുവഴി ആ ആണോ? എപ്പോഴാണ് പോകുന്നത് ഇത്? 12:15 പോകും. സംഭവം ഇതേ കണ്ടെയ്നർ റോഡാണ് കേട്ടോ. സ്വാഗതം മുളവുകാട് എന്ന് പറയുന്നൊരു ബോർഡ് നമുക്കിവിടെ കാണാം. സ്റ്റോപ്പ്. എന്തായാലും ബോർഡ് കണ്ടെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ഇത് ഈ ഭാഗത്ത് ആലുവയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് കളമശ്ശേരി. എത്ര മനോഹരമായിട്ടാണ് 2 വരി പാത ചെയ്തിരിക്കുന്നത്. 2 വരിയല്ല, 4 വരി പാതയാണ്. 1 വേ ആണ്. കുറേ മരങ്ങൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇത്രയും മനോഹരമായ റോഡിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ വരുന്ന കാണുന്ന തന്നെ ഒരു ഭംഗിയാണ്. ഒരുപാട് നീളത്തിൽ വരെ നമുക്ക് ഈ റോഡ് കാണാൻ പറ്റും കേട്ടോ. ബൈക്കൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. ഈ വെയിൽ ഇത്രയും നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിലേ ഇതിൻ്റെ ഒരു ഗ്രീനിഷ് ഒന്നും പോയിട്ടൊന്നുമില്ല. ഈ മരങ്ങളുടെ വിവിധ തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്തോ എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഒരുമാതിരി ഒരു പർപ്പിൾ കളറുള്ള പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നു. ഈ താഴെയുള്ള പോച്ചകളൊക്കെ വെയിൽ കൊണ്ട് കരിഞ്ഞെങ്കിലും ഈ ഒരു മരങ്ങളുടെ ഈ ഇലകളുടെയൊക്കെ ഒരു പച്ചപ്പ് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതെന്നെ ഭംഗിയാന്ന് നോക്കുമല്ലോ. കളമശ്ശേരി ആലുവ റൂട്ടിലുള്ള കാഴ്ചയാണിത്. ഇതിനിപ്പുറത്തെ കായലിൻ്റെ ഒരു വലിയൊരു കാഴ്ചയുണ്ട്. ഒരു കണ്ടെയ്നർ പോയുണ്ടോ, 2 കണ്ടെയ്നർ ലോഡ്. പോകുന്ന പോക്ക് നോക്കുക. ഒരു ചീനവലകളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്ന് ഇതുവഴി പോരുന്ന കേട്ടോ. ഈ ചതുപ്പാണോ അല്ലയോ എന്നൊന്ന് പോലും നോക്കിയില്ല. ഈ പോച്ച കംപ്ലീറ്റ് വളർന്ന് കിടക്കുന്നുണ്ടേ. കുഴി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഒരുപാട് മീൻപിടുത്ത വെള്ളം കാണും. എഞ്ചിനൊക്കെ അടുപ്പിച്ച വെള്ളമാണ് കേട്ടോ. ചെറിയൊരു എഞ്ചിനുണ്ട്. കുറേ വെള്ളങ്ങളുണ്ട്. നോക്കേ എത്ര ചീനവലകളാണ് കിടക്കുന്നത്. നോക്കേ ഒരുപാടുണ്ട്. അവിടെ ദൂരെ ഒരു പാലം കാണാം. കാഴ്ച കേട്ടോ. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതുവഴിയും കയറി വരാം. അങ്ങേക്കറിയാം അത് ഏത് സ്ഥലമാണ്. കടമക്കുടി. അതാണ് കടമക്കുടി. ഓക്കെ, അത് ആ ഭാഗം കണ്ടോ. കടമക്കുടി ഭാഗമാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴേ കടമക്കുടിയാണ് ആ ഭാഗമൊക്കെ. കടമക്കുടിയിലൊക്കെ പോകാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ അവിടെ പോകും. 12:15 ബസ് പോകുന്നതാണ് പറഞ്ഞത്. മുളവുകാട് ഗ്രാമപഞ്ചായത്ത് ഡോക്ടർ BR അംബേദ്കർ സ്മാരക SC കമ്മ്യൂണിറ്റി ഹാൾ. ഇതേപോലെ ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ് ഇവിടെ വരാൻ. ഗോശ്രീ പാലം നമ്മൾ നേരത്തെ കണ്ടതാണ്. നേരത്തെ അവിടെ നിന്നാണ് കയറിയത്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ബോട്ട് കയറി. സർവീസ് നമ്മൾ തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷൻ വന്നിരിക്കുകയാണ്. ഈ ഹൈക്കോടതി ബോട്ടിട്ടിൽ നിന്ന് മുളവുകാടേക്ക് പോകുന്ന ഈ സർവീസിൻ്റെ ടൈം ഞാൻ പറയാം. അതായത് രാവിലെ 6:50 ഫസ്റ്റ് സർവീസാണ് മുളവുകാടേക്ക്. പിന്നീട് 9:10 പിന്നീട് എത്രയാണ് 10:30 പിന്നെ 1:10, പിന്നെ 2:50 പിന്നീട് 4:10 4:20 പിന്നീട് 6:10, പിന്നെ 7:45 രാത്രി, പിന്നെ 9:30 രാത്രി 9:30 അവസാന സർവീസ്. ഇത് രാവിലത്തെ 6:50, പിന്നീട് 9:10, പിന്നീട് 10:30, പിന്നെ 1:10 ഉച്ചയ്ക്ക് 1:10. ഇത്രയും ടൈം കൃത്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ടൈം ഞാൻ പറഞ്ഞ ടൈം എന്ന് പറയുമ്പം ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ആ ടൈം കറക്റ്റ് അതിനിടയ്ക്ക് 1-2 ടൈം എനിക്ക് മിസ്സായിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് സമയക്രമം. അപ്പോൾ അടിപൊളി യാത്രയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു യാത്ര എന്ന് പറയുന്നത്. ഞാൻ എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു യാത്ര. പിന്നെ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.